ഭാരത് മാതാവ് അങ്ങനെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേർക്ക് കുരുപൊട്ടുന്ന ഒരു സങ്കല്പമാണ്, ഒരു വിശ്വാസമാണ്, ഒരു ആവേശമാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഒരു നാണയത്തിൽ, ഇന്ത്യൻ കറൻസിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം ഇന്ന് ആലേഖനം ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നു. എന്തൊരു അഭിമാനമാണ്! ഭാരതത്തെ, നമ്മുടെ രാജ്യത്തെ മാതാവായി സങ്കല്പിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന, രാജ്യത്തോടുള്ള സ്നേഹം കാണിക്കുന്ന ഒരു മുദ്ര ഇന്ത്യയുടെ ഔദ്യോഗിക നാണയത്തിൽ, കറൻസിയിൽ വരുന്നു എന്നുള്ള അഭിമാനകരമല്ലേ? നമ്മുടെ ഒരു പാരമ്പര്യം പൈതൃകമൊക്കെ അനുസരിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. കാരണം അമ്മയെ നമ്മൾ പ്രകൃതിയും ശക്തിയും ഒക്കെ ആയിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ദുർഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പോൾ വിജയദശമി കൊണ്ടാടുകയാണല്ലോ. ആ സമയത്ത് നമ്മളൊരു സരസ്വതി പൂജ എന്നുള്ള നിലയ്ക്ക് സരസ്വതിയായിട്ടും ആരാധിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലായിടത്തും ദുർഗാപൂജ എന്നുള്ള നിലയ്ക്ക് ഈ ശാക്തേയം എന്നുള്ള രീതിയിലാണ് ദുർഗയുടെ ജനനവും പിന്നെ ഈ അസുരവധവും ഇതുമെല്ലാം ചേർത്തിട്ടുള്ള ആ തിന്മയുടെ മുകളിൽ വിജയത്തിൻ്റെ തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയമായിട്ടാണ് അത് കൊണ്ടാടി വരുന്നത്. നമ്മളത് വിദ്യാരംഭവും സരസ്വതി പൂജയും ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ ഭൂമിയെ തന്നെ അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ഇത് കൊണ്ടു കിടക്കുന്നത്. ഇത് പക്ഷേ ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ ഈ ആനന്ദമഠത്തിൽ വന്നല്ലോ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ആനന്ദമഠത്തിൽ വന്ന ശേഷം ഇത് നമ്മുടെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട് കോൺഗ്രസിൻ്റെയും ഒക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ദേശീയഗാനമാക്കണം എന്നുള്ള അഭിപ്രായം പോലും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിനെ എതിർത്തത് തന്നെ ആദ്യം ഗാന്ധിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ അങ്ങനെ ആരാധിക്കാത്ത ചില കൂട്ടര് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയും കൂടി അവരും എതിർപ്പ് പറഞ്ഞിരുന്നു. ഇങ്ങനെ എന്ത് വലിയ ചതിയാണ് ഈ ഗാന്ധി രാജ്യത്തോട് ചെയ്തത് അല്ലേ? അപ്പം എണ്ണി പലതും പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അത് മറ്റേ ഈശ്വര അങ്ങനെ ചേർക്കുകയാണല്ലോ. അതെ, അങ്ങനെ ഒരു വരിയില്ല, അതിനകത്തില്ല. വെറുതെ ഇതിൻ്റെ അകത്തേക്ക് ഈ മതേതരത്വം കൂട്ടിച്ചേർക്കുന്ന പരിപാടി. അങ്ങേര് മറ്റേ ബോയർ യുദ്ധകാലത്ത്, ലോകയുദ്ധകാലത്തൊക്കെ ബ്രിട്ടൻ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തിരുന്ന ആളല്ലേ, യുവാക്കളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ആളുകളെ നോക്കുക. അദ്ദേഹം വന്ന് 3-4 കൊല്ലം കഴിയുമ്പോഴേക്കും ആ കോൺഗ്രസിൻ്റെ മുകളിലുണ്ടായിരുന്ന സ്റ്റാൽവേർട്സ് ഇല്ലേ, അവർ മരിച്ചുപോയി. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ബാലകൃഷ്ണ ഗോഖലെ, ബാൽ ഗംഗാധർ തിലക് തുടങ്ങിയ ആളുകൾ. അവര് ആ മുകളിലുണ്ടായിരുന്ന ആളുകൾ അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ ആയാലും ബാൽ ഗംഗാധർ, ഇവിടുത്തെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുഴുവൻ ഞങ്ങളുടെ ഹീറോ ആയിരുന്നു ബാൽ ഗംഗാധർ തിലക് എന്ന് അവരുടെ എല്ലാ അഭിമുഖത്തില്. നമ്മുടെ ലോക്സഭയിലോ മറ്റോ ഈ ആർക്കൈവ്സിൽ വെക്കാനായിട്ട് ഈ പഴയ ഡാങ്കെ, പിന്നെ അധികാരി ഇങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ദീർഘമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ബാൽ ഗംഗാധർ തിലകാണ് ഞങ്ങളുടെ നായകൻ, ഞങ്ങളുടെ ഹീറോ എന്നാണ്. അപ്പോൾ ഗംഗാധർ തിലകിൻ്റെയൊക്കെ അദ്ദേഹത്തിനെ ജയിലിലടച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ മാതൃ സങ്കല്പം ബിംബം, അതുപോലെ പിതൃ സങ്കല്പം ബിംബം എന്നൊക്കെ ഉള്ളത് നമ്മുടേത് വെറുതെ അച്ഛനമ്മ എന്ന് പറയുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പോയിട്ടൊരു താത്വികമായ തലത്തിൽ നിൽക്കുന്ന ഒന്നാണത്. ശക്തി പീഠങ്ങൾ ഇല്ലേ, നമുക്ക് ശക്തി പീഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊക്കെ അങ്ങനെ ശക്തിപീഠം എന്നൊക്കെ ഉള്ളത് കേരളത്തിൽ ശരിക്കില്ല. അത് ആ കാഞ്ചീപുരം ആ ശുചീന്ദ്രം ആ ഭാഗത്ത് അവിടെയൊക്കെ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും ശക്തിപീഠങ്ങളും നമ്മുടെ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾ ഇല്ലേ, ആശാന്റെ സ്തോത്രങ്ങൾ എത്രയാ, ദേവീ സ്തവം ഇല്ലേ, നാരായണ ഗുരുദേവന്റെ മണ്ണന്തല ദേവീ സ്തവമുണ്ട്. പക്ഷെ
ആശാൻ അമ്പലത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണല്ലോ ആദ്യകാലത്ത്. ആ സമയത്ത് അദ്ദേഹം ധാരാളം സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ആശാന്റെ സ്തോത്രങ്ങളെ പറ്റി അധികം ആളുകൾ മിണ്ടാറില്ല. എല്ലാവർക്കും പുരോഗമനം പറയാനുള്ള കൊണ്ട് ദുരവസ്ഥ, ദുരവസ്ഥയെ കുറിച്ച് മിണ്ടത്തില്ല. പക്ഷെ കുമാരനാശാനെ പറ്റി ഞാൻ പുസ്തകം എഴുതിയപ്പോൾ ഈ സ്തോത്രങ്ങൾ മുഴുവൻ എടുത്തു. കാരണം അങ്ങനത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞാലല്ലേ അദ്ദേഹത്തിന്റെ ജീവിതം ശരിയാവുള്ളൂ. അദ്ദേഹം ചിന്നസ്വാമി എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ മാത്രമല്ല, അദ്ദേഹം കൽക്കട്ടയിൽ പഠിച്ചതല്ലേ. അദ്ദേഹത്തിന്റെ എഴുത്തിലും ഒരു ശാസ്ത്രീയ സംഭവമൊക്കെ വരുന്നത് ഈ കൽക്കട്ടയിൽ സംസ്കൃതം പഠിച്ച് വലിയ പണ്ഡിതൻ്റെ ശിഷ്യനാണ്, വലിയ പണ്ഡിതനാണ് ഗുരു. അപ്പം അങ്ങനെ പഠിച്ചു വന്ന പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മ എന്നുള്ളത് വന്ദേ മാതരം എന്നത് ദേശീയ ഗാനം കോൺഗ്രസിൻ്റെ നമ്മുടെ ആക്കാം എന്നുള്ള ആഗ്രഹത്തിന് കടക്കിൽ കത്തിവെച്ചയാൾ ഗാന്ധിയാണ്. കാരണം ചില ആളുകൾക്ക് എതിർപ്പുണ്ട്. ചില ആളുകൾ നമ്മൾ പറയണ്ട, ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങൾക്ക് എന്താണ് രാജ്യത്തെ അമ്മയായി കരുതിയാൽ എന്താണ് ഇത്ര കുഴപ്പം? അവർക്ക് അത്തരം, അതായത് ഈ വിഗ്രഹ ഭഞ്ജനം നടത്തിയ ആളാണ് പ്രവാചകൻ. പ്രവാചകന്റെ അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നത് മെക്കയിൽ അന്ന് വിഗ്രഹങ്ങളുണ്ടല്ലോ, വിഗ്രഹാരാധന ഉള്ള ദേവാലയമാണ് ഇന്നുള്ളത്. ഈ വിഗ്രഹങ്ങളെ തച്ച് തകർക്കുക എന്നുള്ളതാണ് അവസാനത്തെ യുദ്ധത്തിൽ സംഭവിക്കുന്നത്, വിഗ്രഹഭഞ്ജനം. അപ്പൊ വിഗ്രഹഭഞ്ജനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആധാരശിലയായിട്ട്, ഇസ്ലാമിന്റെ ആധാരശിലയായിട്ട് കിടക്കുന്ന. രാഷ്ട്രം ഒരു വിഗ്രഹമല്ലല്ലോ. അതായത് അമ്മ ഇങ്ങനെ ഈ ബിംബങ്ങളൊക്കെ അമ്പലത്തിൽ വെക്കുന്നില്ലേ, ദേവി, ഭഗവതി, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ. തല്ലിപ്പൊളിച്ച് കളയണ്ടോ? അതാണ്. അതുകൊണ്ട് ടിപ്പു വന്നാലും ഹൈദരാലി വന്നാലും ചെയ്യുന്നത് മുഴുവൻ ഈ വക സ്ഥലങ്ങൾ, പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലമൊക്കെ പൊളിച്ചു കളയുക എന്നുള്ളതാണ് അവര്. അതും കൂടി അതിന്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ആളുകളാണ് ഈ ക്ഷേത്രങ്ങൾ. ബിംബം എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ പിന്നെ ഈ സുഡാപ്പി എന്ത് ചെയ്യും? 100 രൂപയുടെ ഈ കോയിൻ കൈ കെട്ടി എന്ത് ചെയ്യും? വലിച്ചെറിയോ? അതായത് അവര് ആ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടി വരും. കാരണം 100 രൂപയുടെ കോയിൻ അവർ ഉടനെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് കളയുമായിരിക്കും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സ്ത്രീകളെ പള്ളിയിൽ പറ്റില്ല എന്ന് പറയുന്ന കൂട്ടരല്ലേ അവര്. അല്ലെങ്കിൽ കല്യാണത്തിന് വന്നാൽ മറകെട്ടി ഇരുത്തണം, സ്ത്രീ കൃഷിയിടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അല്ലേ അവരുടെ ഖുർആനിൽ തന്നെ പറഞ്ഞു. ഏതായാലും നമുക്ക് ഈ ഭാരതാംബയുടെ ചിത്രം നമ്മുടെ കറൻസിയിൽ വരുന്ന വലിയ സന്തോഷമാണ്. പക്ഷേ സുഡുവിനുള്ള പണിയായിപ്പോയി. ഒരു നോട്ടിൽ കൂടെ ഇത് വന്നിരുന്നെങ്കിൽ, കോയിൻ പിന്നെ 100 രൂപയുടെ കോയിൻ അത്ര വ്യാപകമായി പ്രചരിക്കത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കറൻസിയിലായിരുന്നെങ്കിൽ, നോട്ടിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തത്? അല്ല, മാർക്സിസ്റ്റുകൾ ഇന്നത്തെ അവരുടെ സാഹചര്യത്തിൽ അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പൂജാമുറിയിൽ പിണറായി വിജയൻ്റെ ഒക്കെ പൂജാമുറിയിൽ ഇത് കിട്ടുന്നത് മുഴുവൻ അവിടുത്തെ ഒരു ഡപ്പയിൽ സൂക്ഷിച്ചു വെക്കാനും സാധ്യതയുണ്ട്. പമ്പയിൽ നിന്ന് കിട്ടി അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന പോലെ സ്ഥലത്ത് അതിന്റെ മുമ്പിലോ മറ്റോ ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട്. സമന്വയം ഒന്ന് ചെയ്ത് നോക്കിയാൽ വോട്ട് കിട്ടുമോ എന്ന് നോക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇസ്ലാമിന് ഈ സമന്വയ പാത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. കാരണം അതിൽ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവത്തിനെ അല്ലാതെ അതിനും ചിത്രമില്ലല്ലോ. അതിനും ചിത്രം പാടില്ല. കാരണം പണ്ട് മറ്റേ കരുണാകര ഗുരുവിനോട് ഞാൻ സംസാരിക്കുമ്പോൾ കരുണാകര ഗുരുവിനോട് ഞാൻ ഇത് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ചിത്രം എടുക്കാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇത് ന്യൂസ് പേപ്പറിലൊക്കെ വരുമല്ലോ, ന്യൂസ് പേപ്പർ പിന്നെ നിലത്തൊക്കെ കിടക്കുമല്ലോ, ആളുകൾ ഇത് കൂടിയൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കില്ലേ, അങ്ങനെ ചിത്രത്തിൻ്റെ മുകളിലൊക്കെ ചെരുപ്പിട്ട് നടക്കില്ലേ എന്നൊക്കെയാണ് പുള്ളി എന്നോട് ന്യായം പറഞ്ഞത്, കരുണാകര ഗുരു. എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഒരു വിശ്വാസം ഈ മാതൃത്വം, അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ പ്രതിഷ്ഠകൾ, ഇവരെത്ര സ്ഥലത്ത് ഈ ക്ഷേത്രങ്ങൾ തകർത്ത് വിഗ്രഹത്തിൻ്റെ മുകളിൽ കൊടലുമാല അണിയിച്ചിരിക്കുന്നു, പശുവിൻ്റെ. അത് ഈ മലിനമാക്കുക എന്നുള്ളത്, ഡെസിക്രേഷൻ എന്ന് പറയുന്നതും അതിൻ്റെ ഒരു നയം ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ ആദ്യ യുദ്ധകാലത്ത് തന്നെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മാതൃക. അവരൊരിക്കലും സ്വീകരിക്കില്ല. ഇസ്ലാം നിലനിൽക്കുവോളം അതിൻ്റെ സ്വത്വം നിലനിർത്താൻ ഈ സംഗതികൾ പറ്റില്ല. ഏതായാലും നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രം സാധ്യമായ ചില കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞാണെങ്കിലും, മുത്തലാഖ് കുറ്റകരമാക്കിയതാണെങ്കിലും, അന്ന് പറയുന്നത് പോലെ
ഇപ്പോൾ രാജ്യത്തിൻ്റെ സങ്കല്പമായ ദേവീ സങ്കല്പത്തിൽ അമ്മയായി രാജ്യത്തെ കാണുന്ന കോടാനുകോടി, എനിക്ക് തോന്നുന്നൊരു 100 കോടി ആളുകളെങ്കിലും കാണും. അത്രയും ജനങ്ങളുടെ ഇച്ഛയ്ക്കും അഭിലാഷത്തിനും ഒരു പൂർത്തീകരണം ഉണ്ടായിരിക്കുന്നു നമ്മുടെ കറൻസിയിൽ ഭാരതാംബയുടെ ചിത്രം വന്നിരിക്കുന്നത്. എന്തൊരു അഭിമാനമാണ്. അതെ, അതായത് ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഈ വ്യക്തിയുടെ ക്വാളിറ്റി ആയിട്ടല്ല വരുന്നത്. നേഷൻ ഉണ്ടല്ലോ, മനുഷ്യന് ഫെയ്ത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ഒരു നേഷൻ സെക്യുലർ എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മോദിക്ക് ആ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. മതേതരത്വം അദ്ദേഹം ആദ്യത്തെ വിജയപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ ചിലർക്കൊരു ഫാഷനാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.